എല്ലാ കൂട്ടുകാർക്കും മെൻ്റൽ അബിലിറ്റി ടെസ്റ്റിൻ്റെ ഫസ്റ്റ് റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ലേണിംഗ് പാർട്ട്ണർ നിങ്ങൾക്കായിട്ട് ഫ്രീ ആയിട്ടുള്ള മെൻ്റൽ അബിലിറ്റി ടെസ്റ്റിൻ്റെ റിവിഷൻ ക്ലാസ് സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 2018-2019 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷനാണ്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് സാധാരണ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് പോകുന്നതിലുപരി ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രത്യേകം എടുത്തു പറഞ്ഞ് ആ ടൈപ്പ് എങ്ങനെ ചെയ്യാമെന്നും ആ ഒരു ടൈപ്പിൽ എത്ര ക്വസ്റ്റ്യൻസ് വരുമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന രൂപത്തിലാണ് നമ്മൾ ഈ ഒരു റിവിഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മുടെ റിവിഷൻ പാക്കേജ് ഉള്ളത്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സുകൾ നൽകുന്നത്. 2018-ലെയും 2019-ലെയും ക്വസ്റ്റ്യൻസുകൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം എന്ന് കാണിച്ചു തരുന്നതിലൂടെ നിങ്ങൾക്ക് 2021-ലെ അതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ വളരെ സുഖമായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ചെയ്യാനുള്ള രൂപത്തിലേക്ക് നമുക്ക് ആവാൻ പറ്റും. അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഫസ്റ്റ് ക്ലാസ്സാണ് NMMSൻ്റെ മെൻ്റൽ അബിലിറ്റി ടെസ്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 2018-ലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് 2018-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. 2018-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ സീരീസ് എന്നുള്ള ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ സീരീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. 5 മാർക്കിനാണ് സീരീസ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ സീരീസിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്ന് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഡിസ്ക്രിപ്ഷൻ നോക്കി ലിങ്കിൽ കയറി നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്. അല്ലെങ്കിൽ NMMSൻ്റെ പ്ലേലിസ്റ്റും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് കയറി NMMSനെ കുറിച്ച് സകല വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് തരാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 15, 18, 21, 24 ഇവ തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്. ഇവ തമ്മിലുള്ള ഡിഫറൻസും 3 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവ തമ്മിലുള്ള ഡിഫറൻസും 3 തന്നെ ആയിരിക്കും. അപ്പം 24 + 3 27. ഞാൻ ഭയങ്കര സ്പീഡിലാണ് കാര്യങ്ങൾ പറയുന്നത്. നമുക്ക് ഒരുപാട് 90 ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാനുള്ളതുകൊണ്ടാണ്. അപ്പം മനസ്സിലാവാത്തവർ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് സീരീസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സീരീസിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് വീഡിയോ ലഭിക്കും. ആ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പം 1, 4, 9, 16, 24 1, 4 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 3 ആണ്. 4, 5 തമ്മിലുള്ള ഡിഫറൻസ് 5 ആണ്. 9, 16 തമ്മിലുള്ള ഡിഫറൻസ് 7 ആണ്. 16, 25 തമ്മിലുള്ള ഡിഫറൻസ് 9 ആണ്. ഇങ്ങനെയാണെങ്കിൽ 25 അടുത്ത സംഖ്യ തമ്മിലുള്ള ഡിഫറൻസ് 11 ആകും. കാരണം ഇത് ഓഡ് നമ്പേഴ്സാണ് ഇവിടെ ഡിഫറൻസ് ആയി വരുന്നത്. അപ്പോൾ ആൻസർ 25 + 11 ആൻസർ 36 ആയിരിക്കും. തേർഡ് ക്വസ്റ്റ്യൻ 4, 8, 16 4 × 2 ആണ് 8. 8 × 2 ആണ് 16. അപ്പോൾ 16 × 2 ആണ് 32. ആൻസർ 32 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 4, 18. ക്വസ്റ്റ്യൻ നമ്പർ 4, 18, 10, 6, 4 ഇത് നെഗറ്റീവ് സീരീസ് ആണ്. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് സീരീസ് ഉണ്ട്. അതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാൻ മറക്കരുത്. 18 - 8 ആണ് 10 വരുന്നത്. അപ്പോൾ -8. 10 - 4 ആണ് 6 വരുന്നത്. -4. 6 - 2 ആണ് 4 വരുന്നത്. അപ്പോൾ -2. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് -8, -4, -2 ഇതിൻ്റെ ഹാഫാണ് അടുത്തത്. അടുത്തതിൻ്റെ ഹാഫാണ് അടുത്തത്. അപ്പോൾ 2ൻ്റെ ഹാഫാണ് അടുത്ത് വരുന്നത്. -1 ആണ്. ഓക്കെ, അപ്പം 4 - 1 എന്ന് പറഞ്ഞാൽ 3 ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 12, 9, 5, 0 12ഉം 9ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്. 9ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് 4 ആണ്. 5ഉം 0ഉം തമ്മിലുള്ള ഡിഫറൻസ് 5 ആണ്. അങ്ങനെ അടുത്ത് 0യും അടുത്ത നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് 6 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 6. അപ്പോൾ 0 - 6 -6 ആണ്. ആൻസർ 3 ആണ്. ഓക്കെ, നമ്മൾ സീരീസ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത നമുക്ക് റിപ്പീറ്റഡ് സീരീസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അറിയാവുന്നൊരു ചോദ്യമാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഷോർട്ട് കട്ട്സൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതും നിങ്ങൾക്ക് NMMS പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം.
BCC ഇത് നമ്മൾ കൗണ്ട് ചെയ്യലാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് കൗണ്ട് ചെയ്യാം. 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. അപ്പോൾ 20 ആണുള്ളത്. അപ്പോൾ 5 × 4 എന്നോ അല്ലെങ്കിൽ 4 × 5 എന്നോ നമുക്ക് ചെയ്യാം. അപ്പോൾ 5 × 4 എന്നാണ് ഞാൻ ആദ്യം കട്ട് ചെയ്യുന്നത്. 5 നെക്സ്റ്റ് ഇവിടെ, പിന്നെ ഇവിടെ. ഓക്കെ, അപ്പം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയല്ല. അപ്പോൾ കാരണം ഇവിടെ ഫസ്റ്റ് B ആണ് വരുന്നത്, ഇവിടെ ഫസ്റ്റ് C ആണ്, ഇവിടെ A ആണ്. ഇവിടെ ഓർഡറിലല്ല വരുന്നത്. അപ്പോൾ നമുക്ക് 4 × 5 എന്നുള്ള രീതിയിൽ കട്ട് ചെയ്ത് നോക്കാം. 4 × 5 എന്നുള്ള രീതിയിൽ കട്ട് ചെയ്യുമ്പോൾ 1, 2, 3, 4, 5 ആണോ? ഈ രീതിയിൽ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട്. കാരണം ഫസ്റ്റ് ഇവിടെ B ആണ്, ഇവിടെയും ഫസ്റ്റ് B ആണ്, ഇവിടെയും ഫസ്റ്റ് B ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയും ഫസ്റ്റ് B ആയിരിക്കും, ഇവിടെയും ഫസ്റ്റ് B ആയിരിക്കും. അപ്പോൾ നമുക്ക് സീരീസ് കിട്ടി BCAA. അപ്പം ഇവിടെ BCAA, 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 BCAA. ഓക്കെ, അപ്പോൾ ഇനി ഈ ഓപ്ഷനിൽ തന്നിട്ടുണ്ടാവുക എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ള ഒന്ന് എടുത്തെഴുതാം. ACBB. അങ്ങനെ ഒരു ഓപ്ഷൻ ഏതാണ്? ACBB എന്നുള്ള ഓപ്ഷൻ നമ്പർ 3 ആണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ പെട്ടെന്ന് കൗണ്ട് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ആണ്. അപ്പോൾ 12 നമുക്ക് 4 × 3 ആദ്യം ഒന്ന് ചെയ്ത് നോക്കാം. 4 കട്ട് ചെയ്ത് അടുത്തൊന്ന് കട്ട് ചെയ്ത്. ഓക്കെ, അപ്പം 4 ഇവിടെ ഫസ്റ്റ് B ആണ് വരുന്നത്. ഇവിടെ ഇവിടെ B ആണോ എന്താണെന്ന് നമുക്കറിയില്ല. ലാസ്റ്റ് എല്ലാത്തിലും B ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് കിട്ടിയാൽ മതി. ലാസ്റ്റ് എല്ലാത്തിലും B ആണ് വരുന്നത്. അതുപോലെ രണ്ടാമത്തെ എല്ലാത്തിലും A ആണ് വരുന്നത്. ഇവിടെയാണ്, ഇവിടെയാണ്, ഇവിടെയും A ആണ് വരുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ തന്നെയാണ് 4 × 3 എന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നോക്കുക. ഇവിടെ B ആണ് ഫസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ B കൊടുത്തു. അപ്പോൾ ഇതാണ് സീരീസ് എന്ന് മനസ്സിലായി. BAAB. ഓക്കെ, BAAB, BAAB. ഓക്കെ, നമ്മളിവിടെ എഴുതിയിട്ടുള്ള ABBA ആണ്. ABBA എന്നുള്ള ഓപ്ഷൻ 2 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പെട്ടെന്ന് കൗണ്ട് ചെയ്തോളൂ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 4 × 3 ഒന്ന് കട്ട് ചെയ്യാം. 1, 2, 3. ഓക്കെ, എല്ലാത്തിലും ഫസ്റ്റ് B ആണ് വരുന്നത്. BA, ഇവിടെ A ആണുള്ളത്. പിന്നെ ഇവിടെ തേർഡ് B ആണ്, ഇവിടെയും B ആണ്. അപ്പോൾ ഇവിടെയും B ആണ്. അപ്പോൾ BABC ആണ് സീരീസ്. അപ്പോൾ BABC, BABC. അപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ള BACC എന്നാണ് എഴുതിയിട്ടുള്ളത്. BACC എന്നുള്ളത് ഓപ്ഷൻ 3 ആണ് വരുന്നത്. അപ്പോൾ 3 ക്വസ്റ്റ്യനാണ് നമുക്ക് റിപ്പീറ്റഡ് സീരീസ് എന്ന് വന്നത്. 3 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യന്. ഓക്കെ, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് വെൻ ഡയഗ്രാം. 5 മാർക്കിനാണ് വെൻ ഡയഗ്രാം ക്വസ്റ്റ്യൻ വരുന്നത്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്, കാണാൻ മറക്കരുത്. മിനിറ്റ്സ്, ഡേ, മന്ത്. മിനിറ്റുകൾ, ദിവസങ്ങൾ, മാസങ്ങൾ. ഏറ്റവും വലുത് ആദ്യം എടുക്കുക. അപ്പം ഏതാണ്? മന്താണ്. അതിൻ്റെ ഉള്ളിലാണ് എന്ത് വരുന്നത്? ഡേയ്സ് വരുന്നത്. അതിൻ്റെ ഉള്ളിലാണ് എന്ത് വരുന്നത്? മിനിറ്റ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ A ആണെന്ന് മനസ്സിലായി. ഓക്കെ, A ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വുമൻ, ടീച്ചർ, ഡോക്ടർ. അപ്പോൾ നമ്മൾ കോമൺ ആണ് ഇത് നോക്കുക. കോമൺ വുമൺ ആണ്. വുമൺ എന്നുള്ളത് ഞാൻ എഴുതി. ഡോക്ടറിന് എന്താവാം? പുരുഷനും ആവാം, സ്ത്രീയും ആവാം. ഇത് വുമൻ്റെ കോളാണ്. അപ്പോൾ സ്ത്രീയും പുരുഷനും ആവാം. ഇത് ഡോക്ടറാണ്. ഇത് ഇവിടെ ഉള്ളത് സ്ത്രീകളായ ഡോക്ടർമാരും ഇവിടെയുള്ള പുരുഷന്മാരായ ഡോക്ടർമാരുമാണ്. ഇനി ടീച്ചേഴ്സിനും ക്യാൻ എന്ത്? പുരുഷനും. ഇത് പുരുഷനായ ടീച്ചേഴ്സും ഇത് സ്ത്രീകളായ ടീച്ചേഴ്സുമാണ്. അപ്പോൾ ഇതാണ് ഇത് 10ാമത്തതിൻ്റെ ആൻസർ ഓപ്ഷൻ 4 ആണ്, അല്ല D ആണ്. ഓക്കെ, വെജിറ്റബിൾ, ചില്ലി, സാൾട്ട്. അതിൽ സാൾട്ട് എന്താണ്? വെജിറ്റബിളിന് ഒരു ബന്ധമില്ലാത്തതാണ്. വെജിറ്റബിൾ വരക്കുന്നു. ഏറ്റവും വലുത് വെജിറ്റബിൾ ആണ്. ചില്ലി ഒരു വെജിറ്റബിൾ ആണ്. അപ്പോൾ വെജിറ്റബിളിൻ്റെ ഉള്ളിൽ ചില്ലി വരക്കുന്നു. പിന്നെ സാൾട്ട് അവയായിട്ടൊരു ബന്ധവും ഇല്ലാത്തതുകൊണ്ട് സൈഡിൽ സാൾട്ടിനെ വരക്കുന്നു. ഇതാണ് ആൻസർ. ആൻസർ ഓപ്ഷൻ നമ്പർ 3 ആണ്, അതായത് C ആണ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റീഡിംഗ് മെറ്റീരിയൽ, വാർത്താപത്രങ്ങൾ, അതായത് ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ്. റീഡിംഗ് പത്രങ്ങളാണ് അതിൽ ഏറ്റവും വലുത്. റീഡിംഗ് പത്രം ഒരു വാർത്താ മാധ്യമം അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ അതൊരു റീഡിംഗ് മെറ്റീരിയലാണ്, ഒരു വായനാ സാമഗ്രിയാണ്.
ഒരു മാസിക അതും വായിക്കാനുള്ള തന്നെയാണ്, അതും ഒരു വായനാ സാമഗ്രിയാണ്. അപ്പോൾ ഇതാണ് വായനാ സാമഗ്രി, ഇതാണ് പത്രം, ഇതാണ് മാസികകൾ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 2 ആണ് ആൻസർ, ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബസ്, സ്കൂട്ടർ, യാത്രാ സൗകര്യം. ബസ്, സ്കൂട്ടർ, യാത്രാ സൗകര്യം. യാത്രാ സൗകര്യം, ബസ് ഒരു യാത്രാ സൗകര്യമാണ്, സ്കൂട്ടറും ഒരു യാത്രാ സൗകര്യം തന്നെയാണ്. ഓക്കെ, അതും ആൻസർ 2 തന്നെയാണ്. ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ 2 ഇവിടെ തന്നില്ല. അപ്പോൾ പേജ്, ബുക്ക്, അവ തമ്മിലൊരു ബന്ധം ഉണ്ടാവും. അതേ ബന്ധം തന്നെ അടുത്ത 2 വാക്കുകൾ തമ്മിൽ ഉണ്ടാവണം. അപ്പോൾ പട്ടാളക്കാരനായിട്ട് അതേ ബന്ധമുള്ളത് ഏതാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. പേജ്, ബുക്ക്, സോൾജർ, അതായത് പട്ടാളക്കാരൻ എന്തായിട്ടാണ് ബന്ധം? ബുക്കിൻ്റെ ഉള്ളിലുള്ളതാണ് പേജ്. ഇവിടെ ബുക്കാണ് അപ്പോൾ വലുത്, ബുക്കിൻ്റെ ഉള്ളിലുള്ളതാണ് പേജ്. പട്ടാളക്കാരൻ എന്തിൻ്റെ ഉള്ളിലുള്ളതാണെന്നാണ് അപ്പോൾ നോക്കേണ്ടത്. പട്ടാളക്കാരൻ അക്ഷരങ്ങൾക്കുള്ളിലുള്ളതല്ല, തോക്കിനുള്ളിലുള്ളതല്ല, ക്യാപ്റ്റൻ്റെ ഉള്ളിലുള്ളതല്ല, റെജിമെൻറ്റ് പറഞ്ഞാൽ പെർമനൻറ്റ് ടീം ഓഫ് ആർമിയാണ്, ഒരു പട്ടാളത്തിൻ്റെ ടീമാണ്. അതിനുള്ളിലുള്ളതാണ് എന്ത്? പട്ടാളക്കാരൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വ്യക്തി, കുടുംബം. കുടുംബത്തിൻ്റെ ഉള്ളിലുള്ളതാണ് എന്ത്? വ്യക്തി. കുടുംബം അപ്പോൾ എന്തിൻ്റെ ഉള്ളിലുള്ളതാണ്? സംസ്ഥാനത്തിൻ്റെ ഉള്ളിലുള്ളതാണ്, വീടിൻ്റെ, സമൂഹത്തിൻ്റെ ഉള്ളിലുള്ളതാണ് എന്ത്? കുടുംബം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകും. മനുഷ്യൻ, ജീവചരിത്രം. മനുഷ്യൻ്റെ ചരിത്രം ഏതിനാണ്? ജീവചരിത്രം എന്ന്. രാഷ്ട്രത്തിൻ്റെത് അതെന്താണ്? ചരിത്രമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. പർവ്വതം, താഴ്വര. പർവ്വതം എന്ന് പറഞ്ഞാൽ ഒരു ഉയർന്നു നിൽക്കുന്ന സ്ഥലമാണ് പർവ്വതം. താഴ്വര എന്ന് പറഞ്ഞാൽ താഴ്ന്നു നിൽക്കുന്നതാണ്. അപ്പോൾ പർവ്വതത്തിൻ്റെ ഓപ്പോസിറ്റാണ് താഴ്വര. ഉയരത്തിൻ്റെ ഓപ്പോസിറ്റാണ് താഴ്ച എന്ന് പറയുന്ന പോലെയാണ് പർവ്വതവും താഴ്വരയും. ബുദ്ധിജീവിയുടെ ഓപ്പോസിറ്റ് എന്താണ്? വിഡ്ഢിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യന്. ഞായർ, വെള്ളി. അപ്പോൾ ഞായറിൻ്റെ ഒരു ദിവസം മുന്നേ ശനിയാണ്, ശനിക്ക് മുന്നെയാണ് വെള്ളി വരുന്നത്. അപ്പോൾ ഫെബ്രുവരിക്ക് മുന്നേ ജനുവരി, ജനുവരിക്ക് മുന്നേ ഡിസംബറാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനുകളൊക്കെ ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കേണ്ട ആവശ്യം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിനൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 19 മുതൽ 28 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഓഡ് വൺ ഔട്ടാണ്. ഈ ഓഡ് വൺ ഔട്ട് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണം, അതിൻ്റെ ടിപ്സൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് NMMS പ്ലേലിസ്റ്റിൽ ലഭ്യമാകും. ഓക്കെ, പെട്ടെന്ന് ചെയ്തു പോവാം. ക്രിക്കറ്റ്, ചെസ്സ്, ഹോക്കി, ഫുട്ബോൾ. അവിടെ ഉറപ്പായിട്ടും നമുക്കറിയാം ചെസ്സാണ്, മറ്റതൊക്കെ നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നതാണ്. അടുത്ത കസേര, ബെഞ്ച്, കാർപ്പറ്റ്, സോഫ സെറ്റ്. കസേരയും ബെഞ്ചും സോഫ സെറ്റൊക്കെ നമ്മൾ ഇരിക്കാൻ ഉപയോഗിക്കുന്നതാണ്. കാർപ്പറ്റും ഇരിക്കാൻ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ കാർപ്പറ്റ് ഫ്ലോറിൽ നിലത്തിട്ടിട്ടാണ് കാർപ്പറ്റ് ഇരിക്കാൻ ഉപയോഗിക്കുന്ന കാർപ്പറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലോറിലാണ് കാർപ്പറ്റ് ഫ്ലോറിൽ വിരിച്ചിടലാണ്, മറ്റത് അങ്ങനെയുള്ളതല്ല. ഓക്കെ, അടുത്ത ഇരുമ്പ്, വെള്ളി, സിങ്ക്, വെങ്കലം. ഇരുമ്പും വെള്ളിയും സിങ്കും അതൊക്കെ ലോഹങ്ങളാണ്, മെറ്റൽസാണ്. വെങ്കലം എന്നുള്ളത് ലോഹമല്ല, അത് അലോയ്സ് ആണ്. എന്താണ് അലോയ് എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 1-2 ലോഹങ്ങൾ കൂടി ചേർന്നിട്ടുള്ളതാണ് അലോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രാസ് ഒരു ലോഹമല്ല, അതൊരു അലോയ് ആണ്. അടുത്ത ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ പെറോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്. ഇതിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2 എന്ന് പറഞ്ഞാൽ അതൊരു ലിക്വിഡാണ്, അതായത് ദ്രാവകമാണ്. മറ്റത് 3 വാതകമാണ്, അതായത് ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, അടുത്ത ലിറ്റർ, ഗ്രാം, കിലോഗ്രാം, ടൺ. ലിറ്റർ, ഗ്രാം, കിലോഗ്രാം, ടൺ. ലിറ്റർ ആണെന്ന് നമുക്ക് ഫസ്റ്റ് ഇതിൽ തന്നെ മനസ്സിലാവും. ഗ്രാമും കിലോഗ്രാമും ടണ്ണൊക്കെ മാസ് അളക്കുന്ന യൂണിറ്റുകളാണ്. ഓക്കെ, അടുത്ത 24. ചെവി, ശ്വാസകോശം, കണ്ണ്, ഹൃദയം. ചെവി 2 ഉണ്ടാവും മനുഷ്യന്, ശ്വാസകോശം 2 ഉണ്ട്, കണ്ണും 2 ഉണ്ട്, ഹൃദയം മാത്രമേ ഒന്നുള്ളൂ. അപ്പോൾ ഹൃദയമാണ് ഓഡ് വൺ ഔട്ട്. പിറ്റ്യൂറ്ററി, പാൻക്രിയാസ്, തലാമസ്, അഡ്രിനൽ. പിറ്റ്യൂറ്ററി ഗ്ലാൻഡ്, പാൻക്രിയാസ് ഒരു ഗ്ലാൻഡാണ്, അഡ്രിനൽ ഒരു ഗ്ലാൻഡാണ്. അതായത് അത് 3 ഗ്രന്ഥികളാണ്. തലാമസ് ഒരു ഗ്രന്ഥിയല്ല, അപ്പോൾ തലാമസ് ആണ് ഔട്ടാവുക. 26. ശ്രവിക്കുക, നീന്തുക, നടക്കുക, കയറുക. ശ്രവിക്കുക എന്നുള്ളത് നമുക്കൊരു മൂവ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. നീന്താൻ നമുക്ക് മൂവ്മെൻറ്റ് വേണം, ചലിക്കണം. നടക്കാനൊരു ചലനമുണ്ട്, കയറാനും ചലിക്കണം. പക്ഷെ ശ്രവിക്കുക എന്ന് പറഞ്ഞാൽ നിന്ന് കേട്ടുകൊടുത്താൽ മതി, അതിന് ചലനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നോവൽ എഴുത്തുകാരൻ, പ്രിൻ്റർ, പ്രസാധകൻ. നോവൽ അവസാനത്തെ ഔട്ട്കമാണ്, ലാസ്റ്റാണ് നോവലിലേക്ക് എത്തുന്നത്.
അപ്പം അതാണ് ഔട്ടാവുന്നത്. 26th ക്വസ്റ്റ്യൻ, കുറുക്കൻ, നരി, സിംഹം, മാന്. ആദ്യം പറഞ്ഞ മൂന്നും എന്താണ്? മാംസഭോജികളാണ്. അപ്പോൾ അവ എന്താണ്? മാംസഭോജികളാണ്. മാൻ എന്താണ്? സസ്യഭോജിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻസുകൾ 29 മുതലുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നമ്മുടെ ഓരോ വീഡിയോയുടെയും ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ക്ലിയർ ആവും. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഉടനെ തന്നെ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിനായി കാത്തിരിക്കുക. അതുവരെ ബൈ.